Hi friends, welcome to M Coding. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്ന് നമ്മൾ പാസ്വേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോഡിങ്ങിൽ എങ്ങനെ നമുക്ക് പാസ്വേഡ് പല ഹാഷിംഗ് ആൽഗോറിതംസ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. സോ ഈ സൊല്യൂഷനകത്ത് നമ്മൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇൻസ്റ്റാൾഡ് ആപ്സിനകത്ത് ഈ ഒരു 3 ആപ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അഡ്മിന്, ഓത്ത്, അതുപോലെ തന്നെ കണ്ടന്റ് ടൈപ്സ്. സോ ഈ 3 ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ജാങ്കോ 1.1 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ആപ്സ് ഓൾറെഡി കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് എൻറ്റർ ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ മേക്ക് മൈഗ്രേഷൻസ് യൂസ് ചെയ്യണം. അതൊന്ന്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ പാസ്വേഡ്സ് നമുക്ക് വളരെ ഹൈ സെക്യൂരിറ്റി ഉള്ള ഹാഷിംഗ് അൽഗോറിതംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 2 മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ഒന്നാമത്തെയാണ് ബിക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ബിക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജാങ്കോ ആർഗൺ 2 നമ്മൾ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യും. സോ 2 മൊഡ്യൂളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ അതിനകത്ത് ഞാൻ കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്ത് ഇടാം. സോ അത് 2 മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓത്ത് പാസ്വേഡ് വാലിഡേറ്റേഴ്സ് ഓൾറെഡി settings.pyക്കകത്ത് കാണും. അതിന് മുകളിൽ നമ്മളൊരു പാസ്വേഡ് അണ്ടർസ്കോർ ഹാഷേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഈ പാസ്വേഡ് അണ്ടർസ്കോർ ഹാഷേഴ്സ് സെയിം നെയിം തന്നെ ആയിരിക്കണം. അതിനകത്ത് ഒരുപാട് ലിസ്റ്റ് ആയിരിക്കും നമുക്ക് തന്നത്. അതായത് പല ടൈപ്പുള്ള ഹാഷിംഗ് അൽഗോറിതംസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഡീഫോൾട്ട് ആയിട്ടുള്ള ജാങ്കോയുടെ ഹാഷിംഗ് അൽഗോറിതം എന്ന് പറഞ്ഞാൽ PBKDF2 ആണ്. അത് കൂടാതെ തന്നെ നമുക്കല്ലാതെ കുറെ ഉണ്ട്. ഇപ്പൊ ഈ PBKDF2 പാസ്വേഡ് ഹാഷർ, ആർഗൺ 2 പാസ്വേഡ് ഹാഷർ, അങ്ങനെ ലിസ്റ്റിൽ കുറെ ഉണ്ട്. സോ ഓരോ ലിസ്റ്റിലും ഇത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സെർവറിൽ ഈ ഒരു അൽഗോറിതം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആദ്യം ഈ ഒരു അൽഗോറിതം ഇല്ലെങ്കിൽ രണ്ടാമത്തത് ഇത് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ ഇല്ലെങ്കിൽ മൂന്നാമത്തത് ഇങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഒരു ഹാഷിംഗ് അൽഗോറിതം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ലിസ്റ്റിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡീഫോൾട്ട് BBKDF2 ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഹാഷിംഗ് അൽഗോറിതം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പാസ്വേഡ് വാലിഡേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് യൂസർ ആട്രിബ്യൂട്ട് സിമിലാരിറ്റി വാലിഡേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ നമുക്ക് മിനിമം ലെങ്ത് വാലിഡേറ്റർ ഉണ്ട്. അതായത് നമുക്ക് പാസ്വേഡ്സിന് ഓരോ പല ടൈപ്പുള്ള വാലിഡേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം, അതിന്റെ കൂടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം. പിന്നെ ചിലപ്പോൾ കോമൺ പാസ്വേഡ് വാലിഡേറ്റർ, അതായത് നമ്മളിപ്പോ ഒരു പാസ്വേഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് തന്നെ ആയിരിക്കില്ല അടുത്തതിൽ നമ്മൾ മാറ്റുമ്പോൾ. അങ്ങനെ ഒരുപാട് വാലിഡേറ്റേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഉണ്ട്. ഈ ഒരു സൈറ്റിനകത്ത് കയറി നിങ്ങൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഒരുപാട് പല ടൈപ്പുള്ള വാലിഡേറ്റേഴ്സ് ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു മിനിമം ലെങ്ത് വാലിഡേറ്ററിനകത്ത് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മിനിമം ലെങ്ത് വാലിഡേറ്റർ ആണ്. നമ്മള് മിനിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ സപ്പോസ് ഇപ്പൊ ഒരു 8 വിചാരിച്ചു. ഓക്കെ. അതായത് നമ്മുടെ പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. അതാണ് ഈ മിനിമം ലെങ്ത് വാലിഡേറ്റർ എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ട് മിനിമം ലെങ്ത് 8 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് പല വാലിഡേറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഡോക്കിനകത്ത് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പാസ്വേഡ് വാലിഡേഷൻ ഈ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 4 പാസ്വേഡ് ഹാഷേഴ്സും ഇത് ഈ ഡോക്കിനകത്തുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. ഓക്കെ. സോ ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഡയറക്ടറി, ഇവിടെ ഒരു സ്റ്റാറ്റിക് ഡയറക്ടറി ഉണ്ട് നേരത്തെ സൊല്യൂഷനിൽ. ഇനി നമുക്കൊരു മീഡിയ ഡയറക്ടറി എന്ന് പറഞ്ഞു വേണം. അതായത് ഒരു മീഡിയ ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു മീഡിയ ഡയറക്ടറി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ മീഡിയ ഡയറക്ടറിയുടെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസർ പ്രൊഫൈലിനകത്ത് അതിനകത്ത് യൂസറിന്റെ ഇമേജസോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മീഡിയ ഡയറക്ടറിയിലേക്കും പോകുന്നത്. സ്റ്റാറ്റിക് ഡയറക്ടറി അല്ല. സ്റ്റാറ്റിക് ഡയറക്ടറി ആക്ച്വലി ഇമേജസ് ഒക്കെയാണ്. നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന കോമൺ ഇമേജസ് ഒക്കെയാണ്. മീഡിയ ഡയറക്ടറി എന്ന് പറയുന്നത് യൂസർ പ്രൊഫൈലിന്റെ ഇമേജസോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ മീഡിയ ഡയറക്ടറിയിലോട്ടായിരിക്കും ഇടുന്നത്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പോകുമ്പോൾ നമ്മളെ മീഡിയ സ്റ്റാറ്റിക് യു ആർ സ്റ്റാറ്റിക് ഫയൽസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ മീഡിയ റൂട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിള് നമ്മൾ അസൈൻ ചെയ്യും. മീഡിയ ഡയറക്ടറി എന്ന് നമ്മൾ നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരെ മീഡിയ റൂട്ടിന്റെ വേരിയബിളിലോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ മീഡിയ അണ്ടർസ്കോർ യു ആറിൽ നമ്മൾ ഇങ്ങനെ ഒരു യു ആർ പാത്ത് എന്ന് പറഞ്ഞു കൊടുക്കണം. സോ ഇത് സെയിം നെയിം തന്നെ ആയിരിക്കണം. നമ്മൾ നെയിം ഒന്നും മാറ്റരുത്, അല്ലെങ്കിൽ എറർ അടിക്കും. സോ ഇതാണ് നമ്മൾ ഇത്രയും ചെയ്യേണ്ടത്. പാസ്വേഡിൽ നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത് കുറച്ച് നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് പൈയിൽ നമ്മൾ കുറച്ച് വേരിയബിൾസ് വാല്യൂസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ യൂസർ മോഡലിനകത്ത് എങ്ങനെ നമുക്ക് ഇത് പാസ്വേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ അതായിരിക്കും യൂസർ മോഡൽസിലെ. സോ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.